മക്കളെ മക്കളെ നിങ്ങൾ ദൈവത്തിന് ദാനമാണോ? ദൈവത്തിന് ഇഷ്ടമുള്ള കുഞ്ഞുങ്ങളാണോ? ഈ ജീവിതം ചെറുതാ മക്കളെ, എപ്പം വേണേലും ഉടഞ്ഞു പോകാം. ഈ ചെറിയ ജീവിതം അത് ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കണം. ദൈവത്തിനു വേണ്ടി മാത്രം നിലനിൽക്കുന്ന ഒരു ജീവിതമായി തീരാൻ നമുക്ക് അവിടുന്ന് സാധിക്കണം. കാരണം ഈ ജീവിതം ദൈവം തന്നതാണ്. സ്വന്തം സ്വരൂപവും സ്വന്തം സാദൃശ്യവും ജീവശ്വാസവും നമുക്ക് തന്നു. പുതിയ നിയമത്തിൽ പറയുന്നു, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം മകനെ നൽകുന്നതാണ് അനുഗ്രഹം. അങ്ങനെയെങ്കിൽ നമ്മുടെ ഈ ജീവിതം ദൈവത്തിനു വേണ്ടി മാത്രമായി തീരുവാൻ, നമ്മളിൽ കൂടെ അനേകർ ദൈവത്തെ കാണുവാൻ, അവരന് നമ്മുടെ ജീവിതം കാഴ്ചയെ സമർപ്പിപ്പാൻ ദൈവം കൃപ നൽകട്ടെ. ഒന്നാമത്തെ സെഗ്മെൻറ്റ് ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. എല്ലാവരും സ്കൂളിലൊക്കെ പോയി സന്തോഷമായിട്ട് പഠിക്കുന്നു. എല്ലാവരും പഠിക്കുന്നുണ്ടോ? ഹോംവർക്കൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? ടീച്ചേഴ്സ് പറഞ്ഞു വിടുന്ന കാര്യങ്ങളൊക്കെ? അതോ വീട്ടിൽ വന്ന് ഉഴപ്പായിട്ടിരിക്കുവാണോ? കളിച്ചും ടി വി കണ്ടും മൊബൈൽ ഉപയോഗിച്ചും സമയം കളയുവാണോ? പഠിക്കേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിക്കണം, അല്ലേ? അങ്ങനെ പഠിക്കുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് നമുക്ക് ജീവിക്കാം. നമ്മുടെയൊക്കെ ഈ ജീവിതം ആര് തന്നതാ? ദൈവത്തിൻ്റെ ദാനമാണല്ലേ? ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ജീവിതം. ദൈവം നമുക്ക് തന്നതാണ്. നല്ല ശരീരമുണ്ട്, നല്ല കൂട്ടുകാരുണ്ട്, എല്ലാം ഭയങ്കര. നോക്കിക്കേ, ഇതൊക്കെ ദൈവം നമുക്ക് നൽകിയതാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യേശു കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കണം, അല്ലേ? ആ സ്നേഹിതരാകുന്ന നാം എപ്പോഴും എന്ത് ചെയ്യണം? നന്മ ചെയ്ത് ജീവിക്കണം. യേശു കർത്താവ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ? വേദപുസ്തകം വായിക്കുമ്പോൾ യേശു കർത്താവ് എപ്പോഴും പറഞ്ഞിരിക്കുന്നത് എന്താ? നന്മ ചെയ്ത് ജീവിക്കണം, നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണം, നല്ലവരായിട്ട് ജീവിക്കണമെന്നല്ലേ? തിന്മ ചെയ്യുന്ന ആരാ? പിശാച്. തിന്മ ചെയ്യുന്ന യേശു കർത്താവിന് ഇഷ്ടമാണോ? അല്ല. നന്മ ചെയ്യുന്ന നല്ല കുഞ്ഞുങ്ങളായിട്ട് ജീവിക്കണമെന്ന്. അങ്ങനെ യേശു കർത്താവിന് നല്ല കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കൊരു പാട്ട് പഠിക്കാം. നമുക്കൊരു ചെറിയ പാട്ട് പഠിക്കാം. നമുക്ക് ആദ്യം അച്ഛനെ ഒന്ന് പാടി കേൾപ്പിക്കാം. അതിനുശേഷം പറഞ്ഞു തരാം, പാടിത്തരാം. നിങ്ങൾ ചേർന്ന് പാടണം. അതിനുശേഷം നമുക്ക് ഒന്നിച്ച് പാടാം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം ക്രിസ്തുവിനുള്ളവർ നാം. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം ക്രിസ്തുവിനുള്ളവർ നാം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, നിങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാ ഉന്നതമാ ജീവിതവും വേണം. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാ ഉന്നതമാ ജീവിതവും വേണം. ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം, ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം ക്രിസ്തുവിനുള്ളവർ നാം. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം ക്രിസ്തുവിനുള്ളവർ നാം.
പാട്ടെല്ലാവരും കേട്ടോ? ഓക്കെ, പാട്ടൊക്കെ കേട്ടു. ഇനി നമുക്കിതൊന്ന് പഠിക്കാം. അച്ഛൻ പാടിത്തരാം, നിങ്ങളതെല്ലാം ചേർന്ന് പാടണേ. ഓക്കെ, പാടിത്തരട്ടെ? എല്ലാവരും ഉറക്കെ പാടുവോ? ആർ യു റെഡി? എല്ലാവരും ഒന്ന് ഉറക്കെ പറഞ്ഞേ. ഓക്കെ, പാടിത്തരാമേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. പാടിക്കേ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. അടുത്തത്, ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. പാടിക്കേ. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും ദൈവത്തിൻ്റെ ദാനം. പിന്നെ അത് കഴിഞ്ഞിട്ട് പാടുന്നു, സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാൽ ഉന്നതമാം ജീവിതവും വേണം. പാടിക്കേ. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാൽ ഉന്നതമാം ജീവിതവും വേണം, ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം. പാടിക്കേ. ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം. കിട്ടിയോ? ഇതെല്ലാം 2 വട്ടം വീതമാണ്, 2 ലൈൻ 2 വട്ടം വീതമാണ് പാടിപ്പോകുന്നത്. ആ സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, ഒന്നും കൂടെ പാടാം. ഒന്ന് ചേർന്ന് പാടിക്കുക. റെഡി. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാൽ ഉന്നതമാം ജീവിതവും വേണം, ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം, ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം. കിട്ടിയല്ലോ? ഇതെല്ലാം 2 വട്ടം വീതം പാടണം. ഇപ്പം പഠിപ്പിച്ചുകൊണ്ടാണ് ഓരോ വട്ടം പാടിയത്. ഇനി നമ്മൾ മ്യൂസിക്കിൻ്റെ കൂടെ പാടുമ്പം ഇത് 2 വട്ടം പാടി പോകണം. ഓക്കെ, നമുക്കൊന്ന് ചേർന്ന് പാടിയല്ലോ. ഓൾ സ്റ്റാൻഡപ്പ്. ഒന്ന് എനർജറ്റിക് ആയിട്ട് ചാടി എണ്ണിക്ക്. ഓൾ സ്റ്റാൻഡപ്പ്. ഓക്കെ, നമുക്ക് ചേർന്ന് പാടാം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാൽ ഉന്നതമാം ജീവിതവും വേണം. സ്നേഹിതരാകും നാം എന്നും നല്ലവരാകണം, നന്മകളാൽ ഉന്നതമാം ജീവിതവും വേണം. ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം, ക്രിസ്തുവിനുള്ളവർ നാം മാതൃകയാകണം. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ദൈവത്തിൻ്റെ ദാനം, ലോകത്തിൻ്റെ മോദം, പൈതങ്ങൾ നമ്മൾ എന്നും സുന്ദര പുഷ്പങ്ങൾ. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. ആനന്ദിച്ചിടാം, ആഘോഷിച്ചിടാം, എല്ലാവരും പാടാം, ക്രിസ്തുവിനുള്ളവർ നാം. ഇത് പറഞ്ഞിരിക്കുന്നത് എന്താ? യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങളായ നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് മാതൃകയായി തീരണമെന്നല്ലേ? മാതൃകയായി നല്ല സ്വഭാവമുള്ള കുഞ്ഞുങ്ങളായി എല്ലാവരെയും സ്നേഹിച്ച് യേശുപ്പച്ചൻ എന്താണോ നമ്മളോട് പറഞ്ഞത് അതുപോലെ നമുക്ക് ജീവിക്കാം. അതിനായിട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും യേശുപ്പച്ചൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ. ഹലോ ഹലോ, നിങ്ങൾ എത്ര പേര് പൂക്കൾ കണ്ടിട്ടുണ്ടോ? റോസ് പൂക്കൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ റോസ് പൂവിനെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങെടുത്ത് വെക്കാമെങ്കിൽ ഒറ്റ ദിവസം കഴിയുമ്പം ഇതങ്ങ് വാടിപ്പോകും. എന്നാൽ ആ ചെടിയിൽ നിന്ന് കഴിഞ്ഞാൽ എന്ത് സുന്ദരമാണ്.
നമ്മൾ ഈ ലോക മോഹങ്ങൾക്ക് പിന്നാലെ പോയാൽ വാടിപ്പോകും. എന്നാൽ യേശുവിനോടുകൂടെ ചേർന്ന് നിൽക്കാമെങ്കിൽ നന്നായി ഈ ലോകത്തിൽ സുഗന്ധം പരത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ യേശു അപ്പച്ചൻ്റെ ഈ തോട്ടത്തിലെ നല്ല പുഷ്പങ്ങളായി, യേശു അപ്പച്ചൻ്റെ ഈ ഏദൻ തോട്ടത്തിലെ നല്ല നിറവും മണവും ഗുണവും തേനുമുള്ള പുഷ്പങ്ങളായി നമുക്ക് അവിടുന്ന് തീരണം. അത് തീരണമെങ്കിൽ ദൈവവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കണം. നമ്മുടെ പാഠത്തിലേക്ക് നമുക്ക് പോകാം, കഥ പഠിക്കാം. ആ കഥ കർത്താവിൻ്റെ തോട്ടത്തിലെ സുന്ദര പുഷ്പങ്ങളായി തീരാൻ നിങ്ങളെ അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കഥയിലൂടെ ഹലോ കുഞ്ഞുങ്ങളെ, നമുക്കിന്ന് ബൈബിളിലെ ഒരു സ്റ്റോറിയുടെ പഠിച്ചാലോ? ഈ സ്റ്റോറി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ക്യാരക്ടറെ പറ്റിയാണ്. ചിലപ്പോൾ ഈ സംഭവം അറിയായിരിക്കും, എങ്കിലും നമ്മുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് വേദിയായതുകൊണ്ട് ഞാൻ ആ കഥ പറഞ്ഞേക്കാം. ഈ കഥ ദാവീദിനെ പറ്റിയാണ്. ദാവീദിനെ പറ്റി എല്ലാവരും ഓർക്കുന്നത് ഗോലിയാത്തിനെ എറിഞ്ഞിടുന്ന കഥയാണെന്നായിരിക്കും. അതല്ല, ദാവീദ് കുഞ്ഞിലെ, അതായത് അദ്ദേഹം വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ചെറുപ്പക്കാരനായിരുന്നപ്പോൾ സ്ഥിരം വായിക്കുന്ന ഒരു സാധനമുണ്ടല്ലോ, കിന്നരം, അതൊക്കെ വായിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ആട്ടുകുട്ടികളെയും കൊണ്ട് ആടുകളെയൊക്കെ മേയ്ക്കുന്ന ഒരു നല്ല ഇടയനായിരുന്നു എന്നൊക്കെ അറിയാം അല്ലേ. ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് കാട്ടിലൂടെ നടക്കുമ്പോൾ പല വൈൽഡ് ആനിമൽസും ഇവരെ അറ്റാക്ക് ചെയ്യാനൊക്കെ വരും. ദാവീദ് അവരൊക്കെ ഓടിച്ചു വിടാറുണ്ട്. എങ്ങനെയാണ്? ദാവീദിന് വലിയ മസിലുണ്ടായിട്ടാണോ? ഒന്നുമല്ല. ദാവീദ് ഒരു ചെറിയ സാധാരണക്കാരനായ വലിയ മസിലൊന്നുമില്ലാത്ത ഒരു കൊച്ചു ബാലനായിരുന്നു. ഈ ബാലനായിരിക്കുമ്പോഴും ദാവീദ് കൂടെ എപ്പോഴും ആരുണ്ട്? നിങ്ങളുടെ കൂടെ ഒക്കെ ഉള്ള ഒരാളാ, ദൈവം. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ദാവീദിനോടൊപ്പം എപ്പോഴും ഉള്ളതുകൊണ്ട് ദാവീദ് ഒന്നിനെയും ഭയക്കത്തില്ലായിരുന്നു. നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചിട്ടില്ലേ അല്ലേ? കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. അങ്ങനെ ധൈര്യമായിട്ട് ദാവീദ് നടന്ന് ഇങ്ങനെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു ദിവസമുണ്ടല്ലോ, ഒരു സിംഹം ഈ ഒരു ആടിനെ കടിച്ച് കീറാൻ വേണ്ടി കാട്ടിൽ നിന്ന് ചാടി വന്ന് ഒരാടിനെ പിടിച്ച് വലിച്ചുകൊണ്ട് അങ്ങ് കൊണ്ടുപോയി. ഇത് കണ്ടതും ദാവീദ് വടിയൊക്കെ എടുത്ത് ഓടിച്ചെന്ന് ഈ സിംഹത്തിൻ്റെ താടിക്ക് പിടിച്ച് അങ്ങോട്ട് ഈ ആടിനെ അവിടുന്ന് വലിച്ചങ്ങ് രക്ഷിച്ചു. എന്നിട്ടുണ്ടല്ലോ, ഈ സിംഹം നോക്കിയപ്പോൾ അവൻ്റെ ഫുഡാണ്, അവന് വിശന്നിട്ടാണ് ഈ ആടിനെ പിടിച്ചുകൊണ്ട് പോയത്. എൻ്റെ ഫുഡ് അടിച്ച് മാറ്റുന്നോടാ മനുഷ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദാവീദിൻ്റെ അടുത്തേക്ക് ചാടി വരികയും ദാവീദിനെ കടിച്ച് കയറാൻ ചെല്ലുകയും ചെന്നപ്പോൾ ദാവീദ് എന്ത് ചെയ്തു? താടിക്ക് പിടിച്ചിട്ട് അവനെ, സിംഹത്തിനെ കയ്യിലുണ്ടായിരുന്ന വടിയൊക്കെ കൊണ്ട് അടിച്ച് ഇടിച്ച് ചമ്മന്തിയാക്കി പഞ്ചറാക്കി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞു. അങ്ങനെ തട്ടിക്കളഞ്ഞു സിംഹത്തിനെ. ഇതുപോലെ തന്നെ ഒരു സമയത്തുണ്ടല്ലോ, ഒരു കരടി, ദാവീദും ആടുകളും ഇങ്ങനെ നടന്നുകൊണ്ട് പോയപ്പോൾ ഒരു കരടി കാട്ടിൽ നിന്ന് ചാടി വന്ന് ഇതേ പരിപാടി, ഒരാട്ടുംകുട്ടിയെ വലിച്ചുകൊണ്ടങ്ങ് പോയി. കരടിയെ വെറുതെ വിട്ടില്ല ദാവീദ് കുട്ടൻ. ദാവീദ് പുറകെ ഓടിച്ചെന്ന് കരടിയുടെ കയ്യിൽ നിന്ന് ഈ കുട്ടിയെ രക്ഷിച്ചിട്ട് കരടിക്കും കൊടുത്തു നല്ല ഇടി. തല നോക്കി താടിക്ക് പിടിച്ചടിച്ച് ചമ്മന്തിയാക്കി കരടിയെ കൊന്നു കളഞ്ഞു. അങ്ങനെ സിംഹത്തെയും കരടിയും ഒക്കെ വളരെ ഈസിയായിട്ട് ദാവീദ് ബാലൻ കൊന്നുകളയാണ്. എന്ന് വെച്ച് ദാവീദ് വലിയൊരു കൊലയാളിയാണെന്നാണോ നിങ്ങളുടെ വിചാരം? അല്ല. ഈ കാര്യങ്ങളൊക്കെ ദാവീദുണ്ടല്ലോ നമ്മുടെ ശൗൽ രാജാവിൻ്റെ അടുത്ത്, ബൈബിളിൽ നിങ്ങൾ വായിക്കുന്നുണ്ട്, ശൗൽ രാജാവിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്തിനാണെന്നറിയാമോ? ഈ ഗോലിയാത്ത് അവിടെ നിന്നിങ്ങനെ വെല്ലുവിളിക്കുന്ന കണ്ടപ്പോൾ ശൗല് പറഞ്ഞു, നീ ഒരു ചെറിയ ബാലനല്ലേ, ഈ ഗോലിയാത്ത് കൊച്ചിലെ തൊട്ടേ ഭയങ്കര ഫൈറ്റിംഗ് ഒക്കെ പഠിച്ച ഒരാളാണ്, ഇവൻ്റെ അടുത്ത് നീ എങ്ങനെ ജയിക്കും എന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ ചില കാര്യങ്ങളാണിതൊക്കെ. അതായത്, എൻ്റെ കൂടെ ദൈവം എപ്പോഴുമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കാട്ടിക്കൂടെ ആടുകളെ മേയിച്ചുകൊണ്ട് നടന്നപ്പോൾ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. കരടി വന്നിട്ടുണ്ട്, സിംഹം വന്നിട്ടുണ്ട്, ചെന്നായി വന്നിട്ടുണ്ട്, പലതും ഞങ്ങളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലൊന്നും ഞാൻ പതറിപ്പോയിട്ടില്ല. കാരണം ദൈവം എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അപ്പോൾ ഈ ഗോലിയാത്തിനെയും ഞാൻ വരച്ച വര നിർത്തും, അവനെ ഞാൻ തീർത്ത് കളയും. കാരണം എന്താണെന്നറിയാമോ? എൻ്റെ ജീവനുള്ള ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഈ ഫിലിസ്തീനെ ഞാൻ വെറുതെ വിടത്തില്ല. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ഞാൻ പ്രവർത്തിക്കും. അങ്ങനെ നോക്കിക്കോണം കൂട്ടുകാരെ, ഈ കൊച്ചു ദാവീദിനെയാണ് ദൈവം വളർത്തി വലുതാക്കി വലിയൊരു രാജാവാക്കി അല്ലേ. ദാവീദിൻ്റെ പുത്രൻ എന്നാണ് യേശുക്രിസ്തുവിനെ വരെ അറിയപ്പെടുന്നത്. അങ്ങനെ വലിയ മഹത്വീകരണം ദാവീദ് ബാലന് കിട്ടുകയാണ്. കാരണം എപ്പോഴും ദൈവത്തോടൊപ്പം നടക്കുകയും
ദൈവം പറയുന്നതൊക്കെ അനുസരിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ദാവീദ്. നമ്മൾ സങ്കീർത്തനങ്ങൾ വായിക്കുമ്പോൾ ഒട്ടുമിക്കതും ഈ ദാവീദ് കുട്ടപ്പൻ്റെയാണ് അല്ലേ. ദാവീദ് പല കണ്ടീഷൻസിൽ കൂടി പല സിറ്റുവേഷൻസിൽ കൂടി നടന്നു പോയപ്പോൾ രചിച്ച പാടിയ ഗാനങ്ങളാണ് ഈ സങ്കീർത്തനങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അങ്ങനെ നിങ്ങൾക്കൊക്കെ ഏറ്റവും ആദ്യം നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു സങ്കീർത്തനമാണ് യഹോവ എൻ്റെ ഇടനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അങ്ങനെ പറഞ്ഞു പോകുന്ന സങ്കീർത്തനം. ഇത് പലരും കാണാതെ പഠിച്ചിട്ടില്ലേ? പഠിക്കുക മാത്രമല്ല നന്നായി അത് മനസ്സിലാക്കി ദൈവത്തെ അനുസരിച്ച് ദൈവത്തിൽ ഉറച്ച് വിശ്വസിച്ച് മുന്നോട്ട് ജീവിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഓൺ ദാറ്റ് ഹാപ്പി നോട്ട്, താങ്ക് യു വെരി മച്ച് കൂട്ടുകാരെ. വീണ്ടും ഒരു കഥയായി വീണ്ടും കാണാം. താങ്ക് യു. ഒരാൾ അന്നീ പൊങ്ങി നിന്നിട്ട് പറയുക, ഞാനും ഗോലിയാത്തിൻ്റെ ഹൈറ്റ് ഉണ്ടെന്ന്. ഗോലിയാത്തിന് എന്ത് വലിയൊരു ഹൈറ്റുള്ളൊരു മനുഷ്യൻ. എന്നാൽ മുമ്പിൽ നിന്നത് കൊച്ചൊരു ദാവീദ് ഗോലിയാത്തിനെ തറയിലിട്ടു. കാരണം എന്താ? ദാവീദ് ദൈവത്തോടു കൂടെ നടന്നു. ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് വിജയമേ ഉള്ളൂ. ഒരു പക്ഷെങ്കിൽ പരാജയം വന്നു എന്ന് ചിന്തിച്ചാൽ ദീർഘ ഓട്ടത്തിൽ അത് വൻ വിജയമാണ്. വൻ വിജയമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തോടു കൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റുമോ? ദാവീദ് ദൈവത്തോടു കൂടെ നടന്നു. എൻ്റെ കുഞ്ഞുങ്ങളെ, ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് പരീക്ഷയിൽ ഉന്നത വിജയം കിട്ടും. ദൈവത്തോടു കൂടെ നടക്കുന്നവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ ചെയ്യാൻ സാധിക്കും. ദൈവത്തോടു കൂടെ നടക്കുന്നവർ മേൽക്കുമേൽ വളർന്നു പന്തലിക്കും. ദൈവത്തോടു കൂടെ നടക്കുന്നവർ ഏറ്റവും ബെസ്റ്റായിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ബെസ്റ്റായി തീരണമെങ്കിൽ ആരുടെ നടക്കണം? യേശു അപ്പച്ചൻ്റെ കൂടെ നടക്കണം. യേശു അപ്പച്ചൻ്റെ കൂടെ നടക്കുന്ന നല്ല കുഞ്ഞുങ്ങളായി നിങ്ങൾ ഓരോരുത്തരും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. കൂട്ടുകാരെ, കുക്കു ഇന്നലെ സൺഡേ സ്കൂളിൽ പോയി. അന്നേരം എഴുന്നേക്ക് ഞാൻ പറയാം, എഴുന്നേക്ക്. അന്നേരം ഉണ്ടല്ലോ, കുക്കുവിൻ്റെ ഒരു കൂട്ടുകാരൻ കുക്കുവിനോട് ചോദിച്ചു എന്താണ് ബൈബിളെന്ന്. ഇവൻ അന്നേരം പറയാൻ ആൻസർ ഇല്ലായിരുന്നു. കൂട്ടുകാരെ, വാട്ട് ഈസ് ബൈബിൾ എന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടുകാർ ചോദിച്ചാൽ നിങ്ങൾ എന്നാ പറയും? ചില കൂട്ടുകാർ പറയും, ഇവൻ പറഞ്ഞ ഉത്തരം ഞാൻ എന്തെന്ന് പറയട്ടെ, എഴുന്നേക്ക് പറയട്ടെ, ഞങ്ങളുടെ വീട്ടിലുള്ള കറുത്ത പുസ്തകമാണെന്ന്. നീ എഴുന്നേറ്റ് നോക്ക് ഇങ്ങോട്ട് നോക്ക്. ഞങ്ങളുടെ വീട്ടിലുള്ള കറുത്ത പുസ്തകമാണെന്നാണോ പറയേണ്ടത്? ദൈവത്തിൻ്റെ നിയമ പുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ആണോ? അതെ, ഗോഡ്സ് ലോ. ദൈവത്തിൻ്റെ ലോ. ഇവൻ ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്. ഗോഡ്സ് ലോ. അങ്ങനെയെങ്കിൽ ഗോഡ്സ് ലോ എന്ന് പറയുന്നത് അത് ട്രൂ ആണ്, സത്യമാണ്. അതുകൊണ്ടാണ് സത്യവേദ പുസ്തകം. സത്യവേദ പുസ്തകം എന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്നതിന് കാരണം അതാണ്. ഇറ്റ്സ് എ ട്രൂത്ത്ഫുൾ ബുക്ക്. യെസ്, ട്രൂത്ത്ഫുൾ ബുക്ക്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശ്വാസം ഉൾക്കൊണ്ട വചനമാണ് ദൈവത്തിൻ്റെ ബൈബിൾ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ മക്കളെ, നമുക്ക് ആ സത്യവേദ പുസ്തകം, പരിശുദ്ധാത്മാവിനാൽ ഇൻസ്പയർഡായ വചനം, ആ വചനം എല്ലായ്പ്പോഴും വായിക്കുകയും പഠിക്കുകയും ചെയ്യണം. ഞാൻ കൂട്ടുകാരോട് ചോദിച്ചോട്ടെ, പേഴ്സണൽ ബൈബിൾ റീഡിങ് ഹാബിറ്റുള്ള എത്ര കൂട്ടുകാരുണ്ട്? നിങ്ങൾ രാവിലെ പേഴ്സണലി ബൈബിൾ വായിക്കാറുണ്ടോ? ഞാൻ വായിക്കാറുണ്ട്. ഇവൻ വായിക്കാറുണ്ട്, എല്ലാ ദിവസവും വായിക്കാറുണ്ട്. ഇവൻ ഓരോ വാക്യവും പഠിക്കാറുണ്ട് അതിൽ നിന്ന്. അതെങ്കിൽ വാട്ട് ഈസ് ബൈബിൾ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ ഇങ്ങനെ പറയണം, BIBLE, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത്. ഈ ലോകം വിട്ടു പോകുന്നതിന് മുമ്പ് നമ്മൾ അനുസരിക്കേണ്ട, മനസ്സിലാക്കേണ്ട എല്ലാ സത്യങ്ങളും നിയമങ്ങളും ഉൾക്കൊള്ളുന്ന സത്യപുസ്തകമാണ് ബൈബിൾ എന്ന് പറയുന്നത്. ഒന്ന് പറഞ്ഞേ, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത്. ഓക്കെ, ബേസിക് ഇൻഫർമേഷൻ ബിഫോർ ലിവിങ് എർത്ത്. ഇത് സത്യമാണ്, സത്യവചന പുസ്തകമാണ്. അതുകൊണ്ട്
ദൈവത്തിൻ്റെ നിയമപുസ്തകമാണ്, നമ്മൾ പാലിക്കേണ്ട പുസ്തകമാണ്. അത് എഴുതപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തീർച്ചയായിട്ടും ആണ്. അതുകൊണ്ട് മക്കളെ, നമുക്ക് ആ പുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് ജീവിക്കാം. ആർ യു റെഡി? ഐ ആം റെഡി. ഓക്കെ, ഹീ ഈസ് റെഡി. ബൈ. ഇന്ന് കേട്ടായിരുന്നോ? കേൾക്കാം അനുസരിക്കാമെന്നത് ബൈബിളിനെ കുറിച്ചാണ് പറയുന്നത്. ബൈബിളിൻ്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? BIBLE. കറക്റ്റ്. അതിൻ്റെ ഫുൾ ഫോം ഒന്ന് പറയട്ടെ, അറിയാമോ? ബേസിക് ഇൻസ്ട്രക്ഷൻസ് ബിഫോർ ലീവിങ് എർത്ത്. ഭൂമി വിട്ടു പോകുന്നതിന് മുമ്പേ പാലിക്കേണ്ട ചില ചിട്ടകൾ. ഇനി അടുത്ത ചോദിക്കട്ടെ, എത്ര പുസ്തകമുണ്ട് ഈ ബൈബിളിനകത്ത്? കറക്റ്റ്, 66. 2 ഭാഗങ്ങളാ, പഴയ നിയമം, പുതിയ നിയമം. പഴയ നിയമത്തിൽ 39 പുസ്തകം, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങൾ. ടോട്ടൽ 66 ബുക്സ്. ഇതിൻ്റെ പേരെല്ലാം നിങ്ങൾക്കറിയാമോ കാണാപ്പാഠം? ജനസിസ്, എക്സോഡസ്, ലെവിറ്റിക്കസ്, നമ്പേഴ്സ്, ഡ്യൂട്ടറോണമി, ജോഷുവ, ജഡ്ജസ്. അറിയാമോ? റൂത്ത്. പറഞ്ഞു. 1 സാമുവേൽ, 2 സാമുവേൽ, 1 കിങ്, 2 കിങ്, എസ്ര, നെഹമ്യ, എസ്തർ, ജോബ്, സാംസ്, പ്രോവേർബ്സ്, എസെക്കിയേൽ, സോങ്സ് ഓഫ് സോങ്, യെശയ്യ, ജെറമ്യ, ലെമിറ്റേഷൻ, എസെക്കിയേൽ, ദാനിയേൽ, ഹോശിയ, ജോയൽ, ആമോസ്, ഒബദ്യ, ജോന, മീഖ, നഹൂം, ഹബക്കൂക്ക്, സഫന്യ, ഹഗ്ഗായി, സക്കറിയ, മലാക്കി. കാണാപ്പാഠം അറിയാമോ? ഇനി ഞാൻ പറയട്ടെ, ഞാൻ പഴയ നിയമം മുഴുവൻ പറഞ്ഞു, 39. 27 പുസ്തകം നിങ്ങൾ കാണാപ്പാഠം പറയാമോ? ഞാൻ തുടങ്ങിത്തരാം. മാത്യു, മാർക്ക്, ലൂക്ക്, ജോൺ, ആക്സ്, റോമൻസ്, 1 കൊരിന്ത്യൻസ്, 2 കൊരിന്ത്യൻസ്. ഇനി ബാക്കി നിങ്ങൾ പറഞ്ഞേ. കാണാപ്പാഠം അറിയത്തില്ലെങ്കിൽ ഈ പുസ്തകങ്ങളുടെ പേരെല്ലാം കാണാപ്പാഠം പഠിക്കണം. പഠിച്ചാൽ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി, കാണാപ്പാഠം പഠിച്ച് ചൊല്ലി വീഡിയോ. ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരും. അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. പാടാം, നേടാം. കടലല മേലെ പൊങ്ങിത്താൻ കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റി അടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കടലല മേലെ പൊങ്ങിത്താൻ കുഞ്ഞിക്കപ്പൽ ഞാൻ, കാറ്റും കോളും ചുറ്റി അടിച്ചൊരു കുഞ്ഞിക്കപ്പൽ ഞാൻ. കപ്പിത്താനായിടേണമേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ, മുങ്ങിപ്പോകിൽ എന്നോട് കപ്പൽ എത്തിടുമൊക്കരെ ഒരു നാൾ. കപ്പിത്താനായിടേണമേശു എൻ്റെ കൂടെ ഉള്ളപ്പോൾ, മുങ്ങിപ്പോകിൽ എന്നോട് കപ്പൽ എത്തിടുമൊക്കരെ ഒരു നാൾ. ലല്ലലലലലലല ലല്ലലലലലല ലല്ലലലലലലല ലല്ലലലലലല ലല്ലലലലലലല എനിക്കറിയാം, പാടാം നേടാം എന്ന സെഗ്മെന്റിൽ നിങ്ങൾക്കെല്ലാവർക്കും പാടണം, ആ വീഡിയോ കാണണം എന്ന ആഗ്രഹമുണ്ട്. എനിക്കറിയാം. 2 മിനിറ്റിൽ കുറയാത്ത ഒരു നല്ല പാട്ട് മൊബൈൽ ഫോൺ ഇങ്ങനെ പിടിച്ച് ഒന്ന് റെക്കോർഡ് ചെയ്ത് താഴെ കാണുന്ന നമ്പറിൽ അയച്ചു തരാമെങ്കിൽ അടുത്ത ഞായറാഴ്ച നിങ്ങളുടെ വീഡിയോ ആടാം പാടാം എന്ന സെഗ്മെൻറ്റിൽ കാണും. പാടാം, നമുക്ക് നേടാം. റെഡിയാണോ? ഈ ബട്ടർഫ്ലൈസ് പ്രോഗ്രാമിൽ കൂടെ നമുക്ക് ആടണം, പാടണം, നേടണം. നമുക്കെല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടാറ്റാ.